നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ നിധി ഭയങ്കര സങ്കടത്തിലായി പോയി. കാരണം നിധി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല നികേഷിനും ഹരീഷിനും ഒക്കെ വിഷമാവുന്ന സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹരീഷ് സുഭാഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് താൻ ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞ് കരയുവാണ്. സുഭാഷിനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഓർത്ത് ഇനിയിപ്പോ നല്ല വിഷമം ഉണ്ടായിരുന്നു ഹരീഷിന്. ഹരീഷ് പറഞ്ഞു, ചേട്ടാ ഞാൻ കാരണമല്ലേ, ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ ചേട്ടനോട്. സുധീഷ് ചേട്ടനും നിധി ചേച്ചിയും തമ്മിൽ അവർ ഒരുമിച്ച് കഴിയുന്നൊന്നും ചേട്ടന് ഇഷ്ടമില്ലാത്തോണ്ട്, ചേട്ടന്റെ കല്യാണം കഴിയാത്തോണ്ട് ചേട്ടൻ അസൂയ എന്നൊക്കെ പറയാൻ പറഞ്ഞില്ലേ, എന്നോട് ക്ഷമിക്കേട്ടാ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറയാൻ തുടങ്ങുവാണ്. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, എടാ അത് നിനക്ക് അറിയത്തില്ലാത്തോണ്ടല്ലേ, ഞാനല്ലേ തെറ്റ് ചെയ്തേ, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറയണായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ നിനക്ക് ആ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് നീ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിച്ചോണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയണം. ആ കാഴ്ച നിധി കണ്ടു. നിധിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. പാപം, എത്രമാത്രം സങ്കടമാണെന്ന് നോക്കിയേ, താൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ എന്നൊരു ചിന്ത നിധിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല സ്നേഹമുണ്ട്, ചേട്ടനന്യന്മാർ തമ്മിൽ നല്ല സ്നേഹമുണ്ട്. ഇപ്പൊ തന്നെ ഇവരുടെ സ്നേഹം കണ്ടു കഴിയുമ്പോൾ തനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് നിധി ആകെപ്പാടെ വിഷമിച്ച് മുറിയിൽ പോയി ഇരിക്കുകയാണ്. അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് കോള് വരുന്ന സാന്ദ്രയുടെ. സാന്ദ്ര വിളിച്ചിട്ട് പറഞ്ഞു, അല്ല കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിക്കുക. എന്ത്, നീ അവിടെ നിന്ന് മാറുന്നതിനെ കുറിച്ച്. അതിന് സമയമുണ്ടല്ലോ ചേച്ചി. അതെ, എത്രയും പെട്ടെന്ന് തന്നെ നീ അവിടെ നിന്ന് മാറണം, ഇനി അവിടെ നിൽക്കണ്ട എന്ന് പറയണം. എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ, അതെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്കൊരു വീടുണ്ട്, ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നീ അങ്ങോട്ട് മാറിക്കോ, അതാ സേഫ്. നീ ആ വീട്ടിൽ നിൽക്കുന്ന ഒരിക്കലും സേഫ് അല്ല. ഒന്നുമില്ലേലും 3-4 ആണുങ്ങളുള്ള വീടല്ലേ, അവിടെ നീ എങ്ങനെ വിശ്വസിച്ച് കിടക്കും. പോരാത്തതിന് ഈ പറയുന്ന സുധീഷിന്റെ അച്ഛനൊരു കൊലപാതകയും കൂടെ അല്ലേ, അവിടെ നിൽക്കുന്ന സേഫ് അല്ല. നിധി ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ, 5 ആണുങ്ങളുണ്ട്, പ്രശ്നമാണോന്ന് ചോദിക്കുക. അല്ല അവരൊക്കെന്ന് പറഞ്ഞാൽ എത്രക്കാരാന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കും നിധിയുടെ മനസ്സില് നികേഷിനെ ഹരീഷിനെ കുറിച്ചുള്ള ചിന്തകൾ വരുവാണ്. അവരൊക്കെ എത്ര പാവങ്ങളായി കുടുംബത്തില്, ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അതൊക്കെ നിധിയുടെ മനസ്സിൽ വന്നു. പെട്ടെന്ന് നിധി അത് പറയുകയും ചെയ്തു, ചേച്ചി ഞാൻ എന്താണെങ്കിലും ഇവിടെ സേഫാ, എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ കുടുംബത്തിലില്ല, എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് എന്നോട് പെരുമാറുന്നേ. 5 ആണുങ്ങളാന്ന് വെച്ചോണ്ട് അവരെന്താ എന്നെ പിടിച്ചങ്ങോട്ട് പിഴുങ്ങുവോ? ഒരിക്കലും ഇല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, ഒന്ന് പുറത്തു പോകാനോ ഒന്നിനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും വിലക്കായിരുന്നു ഓരോ കാര്യത്തിനും. അച്ഛൻ പറയുന്ന അനുസരിക്കണം, അച്ഛൻ അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം, അച്ഛൻ പറയുന്നതൊക്കെ പഠിക്കണം, അങ്ങനെ ഇങ്ങനെ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെതായ വ്യക്തിത്വം ഉണ്ട്, അതിനെ ആരും ചോദ്യം ചെയ്യാണ്ട് വരത്തില്ല. ഇതിൽ കൂടുതൽ എനിക്കിവിടെ എന്താ വേണ്ടത്? പിന്നെ ഇവിടെയുള്ളൊരു മനുഷ്യന്മാർ തന്നെയാ. ചേച്ചി എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, വലിയ വീട്ടിലെ ആൾക്കാർ മാത്രമോ ആൾക്കാരാന്നോ, അല്ലെങ്കിൽ അവർക്ക് മാത്രം വ്യക്തിത്വ കാര്യങ്ങളൊക്കെ ഉള്ളെന്നോ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, ഇവിടെയുള്ളവരും പാവങ്ങൾ തന്നെയാ. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. നിധിക്ക് നല്ല ടെൻഷനായിരുന്നു സാന്ദ്ര അങ്ങനെ പറയുമ്പോൾ. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ എല്ലാവരും എത്രമാത്രം ടെൻഷനാണെന്ന് നിധിക്കറിയാം. ആ സമയത്താണ് സാന്ദ്ര വിളിച്ചിട്ട് പെട്ടെന്ന് മാറണം കൂടെ പറയുന്നത്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ, മാറുന്ന കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുമ്പായിരുന്ന പ്രശ്നമില്ലായിരുന്നു, പക്ഷെ നികേഷിന്റെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ നിധി ആകെപ്പാടെ തകർന്നു പോയായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. ഈ സമയത്തെല്ലാം സുധീഷ് പുറത്തുപോയി തനിച്ചിരിക്കുമായിരുന്നു. അതിനുശേഷം സുഭാഷ് അവരെല്ലാം കിടന്നതിന് ശേഷമാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സുധീഷ് വന്ന് കിടക്കുകയാണ്. സുധീഷ് വന്ന് കിടന്നപ്പോൾ സുധീഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുധീഷിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി. സുധീഷ് കരയുവാണ്. പെട്ടെന്നാണ് ഹരീഷ് കണ്ണുറന്ന് നോക്കുന്നേ. സുധീഷ് കരയുവെന്ന് മനസ്സിലായി. എന്തിനാടാ നീ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ, ഇത് അവൾക്കാണ് ഒരു ഫേക്ക് ആയിട്ടൊരു കല്യാണം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ അവളെ ശരിക്കും മനസ്സിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ താലി ആർത്തിയതാ, പക്ഷെ അവൾ അത് മനസ്സിലാക്കാതെ പോയത്. ഡിവോഴ്സിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം ടെൻഷനായെന്നറിയാവോ. ഒരു കാരണവശാലും ഈ ഡിവോഴ്സ് നടക്കില്ലെന്ന് ഞാൻ ഭഗവാനോട് മനോവിരി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അവളെ നഷ്ടപ്പെടാനായിട്ട് പറ്റുന്നില്ലടാ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ഈ സമയം ഭാസ്കരനും ഉറക്കമില്ലായിരുന്നു. ഭാസ്കരനും പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ച് കിടക്കുക. കാരണം എങ്ങനെ ഉറങ്ങാനാന്ന് പറ. ഭാസ്കരന്റെ മനസ്സിലും ആ ഒരു ചിന്തയാണ്, നിധിയെക്കുറിച്ചുള്ള ചിന്തകള്. ഇങ്ങനെയൊക്കെ ആ കല്യാണം നടന്നേന്നുള്ള കാര്യം ഭാസ്കരനും അറിയത്തുണ്ടായിരുന്നല്ലോ. ആ സമയം നികേഷിന്റെ കരച്ചിലും കൂടെ പിന്നാലെ വരുവാണ്. കാരണം നികേഷും കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു. സുധീഷ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷിനും സഹിച്ചില്ല. സുഭാഷ് പറഞ്ഞു,
വിഷമിക്കണ്ട, സാരമില്ല, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടാന്ന് പറഞ്ഞു. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ചേട്ടനറിയാലോ, ഞാൻ അവളെ കാണുന്ന സമയത്ത് എനിക്ക് അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. പിന്നെ അവളുടെ കല്യാണം എന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷമാണ് അവൾ എന്നോട് ഒന്ന് പറയുന്നത്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആ സമയത്തും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എനിക്ക് അവളെ താലി കെട്ടി സ്വന്തമാക്കണം എന്നൊക്കെ. പിന്നീട് അവൾ എന്നോട് ഒളിച്ചോണ്ടെന്ന് പറഞ്ഞു, ഇവിടുന്ന് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. പിന്നെ അവളുടെ കഴുത്ത് ഞാൻ താലി ആർത്തി. ശരിക്കും സത്യമായിട്ട് പറയാ, അതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നടാ. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ കല്യാണം മുടക്കാനൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളെ എന്നോട് പറഞ്ഞ് ഈ കല്യാണം എങ്ങനെയെങ്കിലും ഈ രജിസ്റ്റർ മാരേജ് ഒന്ന് മുടക്കി തരാമെന്നൊക്കെ ചോദിച്ചേ. അതിന് ശേഷമാടാ. അപ്പോഴേക്കും ഹരീഷോട് ഞങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇനിയിപ്പം നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. എന്നാലും അവളെ നഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റുന്നില്ലടാ. അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ എനിക്കിനി വേറൊരു വിവാഹം പോലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഞാൻ മിക്കവാറും ആദ്യമായിട്ടും അവസാനമായിട്ടും അവളുടെ കഴുത്തിലായിരിക്കും താലി ആർത്തുന്നത്. അല്ലാതെ വേറെ ആരുടെയും കഴുത്തിൽ താലി ആർത്താനായിട്ട് ഇനി ഞാൻ മുതിരില്ല എന്ന് പറയാണ്. വേറൊരു കല്യാണത്തിന് എനിക്കിനി സമ്മതമല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാസ്കരന്റെ പാട്ട് കേട്ട് നിധി ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ ഉറങ്ങാനായിട്ടാ, നിധിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ ഭാസ്കരൻ പാട്ട് വെച്ചേക്കുന്നൊക്കെ നിധി അറിയുന്നുണ്ടായിരുന്നു. പിന്നെ നിധി ഹാളിലേക്ക് പതുക്കെ വരുവാണ്. വരണ സമയത്ത് ഹരീഷിന്റെ നികേഷിന്റെ അവരുടെ എല്ലാ സംസാരം കേൾക്കുവാണ്. അവരുടെ മനസ്സിലുള്ളതൊക്കെ കേട്ടിഞ്ഞിപ്പോ നിധിക്ക് സഹിച്ചില്ല. സുഭാഷ് പറഞ്ഞു, അതേ ഒരു കാരണവശാലും നിധിയെ വേദനിപ്പിക്കാൻ പോവരുത്. അവള് പാവാടാ, അവൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും ദിവസം അവൾ ഇവിടെ നിന്നില്ലേ, അത് തന്നെ ഭാഗ്യം. അത്ര വലിയ വീട്ടിലൊരു പെങ്കൊച്ചല്ലേ, അവൾ പോയിക്കോട്ടെ. അവൾക്ക് നല്ലൊരു ലൈഫുള്ളതാ. അതിവിടെ കിടന്ന് കളഞ്ഞു കുളിക്കാനുള്ളതായിട്ട് അല്ല. ഇനി അവളെ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ആരും നമ്മൾ അവളെ ശല്യപ്പെടുത്തിക്കൂടാ. അവൾക്ക് നാളെ പോകണമെന്ന് ആഗ്രഹമെങ്കിൽ അവൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. നിധിക്ക് അതുകൂടെ കേട്ടിഞ്ഞപ്പോൾ വിഷമായി. അപ്പോഴേക്കും ഹരീഷ് സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. സുധീഷിനെ കരച്ചിൽ കണ്ടപ്പോൾ അങ്ങനെ പരസ്പരം ചേട്ടനിമാരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിധിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? താൻ അത്ര ക്രൂരയാൻ പാടില്ലെന്ന് നിധി ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ നിധി എഴുന്നേറ്റു പതിവ് പോലെ തന്നെ. പക്ഷേ സുഭാഷോ സുധീഷോ ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിധി പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടും അവരാരും എഴുന്നേറ്റില്ല. പിന്നീട് നിധി മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം അടിക്കാൻ ഓർത്തിട്ട് ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് വന്ന് നിധിയുടെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങിച്ചു. ചൂല് വാങ്ങിച്ച ഭാസ്കരൻ മുറ്റമൊക്കെ അടിക്കുകയാണ്. അത് കണ്ടപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമായി. നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോന്നു. അപ്പോഴും സുഭാഷ് ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെയല്ല, സുഭാഷൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്ന എല്ലാ ജോലികളും ചെയ്യുന്ന. നിധിക്ക് പിന്നെ എങ്ങനെ വിളിക്കണമെന്നറിയില്ല. പെട്ടെന്ന് നിധി എന്ത് ചെയ്തു, ഒരു ഭക്തിഗാനം വെക്കുവാണ് ഫോണിനകത്ത്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സുഭാഷ് ചാടി എഴുന്നേറ്റു. പിന്നാലെ തന്നെ നികേഷ് എഴുന്നേക്കുവാണ്. സുധീഷ് എഴുന്നേറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ സുധീഷിനെ സുഭാഷ് വിളിച്ചു, എഴുന്നേക്കടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ എഴുന്നേറ്റു. ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു, അയ്യോ രാവിലെ എഴുന്നേറ്റിരുന്നില്ല നിധി, സോറി കേട്ടോ, ഞാൻ കുറച്ച് താമസിച്ചു പോയെന്ന് പറയണം. ഇന്നലെ കുറെ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. പക്ഷെ നികേഷ് നിധിയോടൊന്നും മിണ്ടിയില്ല, അങ്ങോട്ടേക്ക് പോയി. അതുപോലെ തന്നെ സുധീഷും ഹരീഷും കൂടെ എഴുന്നേറ്റ് പോയി. നിധിക്ക് ഭയങ്കര വിഷമായി നികേഷ് മിണ്ടാത്തോണ്ട്. അങ്ങനെ ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചായയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുവാണ്. ഈ സമയം ഭാസ്കരന് അകത്തേക്ക് കയറി വന്നു. അവരുടെ കല്യാണ ഫോട്ടോ, എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് ഭിത്തിയെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് ഭാസ്കരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതവിടെ പുറത്തു കൊണ്ടേ വെക്കണം, സിറ്റ് ഔട്ടിൽ കൊണ്ടേ വെക്കുക. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നികേഷിനൊന്നും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നിധി നികേഷിനെ എടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നികേഷേ, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്ന, നീ എന്നോടൊന്നും സംസാരിക്കുന്നു പോലും ഇല്ലോ, നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അത് പിന്നെ ഏട്ടത്തിയമ്മേ, ഇനിയിപ്പോൾ ഏട്ടത്തിയമ്മേന്ന് വിളിക്കാവോന്ന് പോലും അറിയത്തില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ട് തെറ്റാണോന്ന് എനിക്കറിയില്ല. ഈ കുടുംബത്തിൽ ഏട്ടത്തിയമ്മ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാകുന്നത്. ഹരീഷ് പറഞ്ഞു, അത് ശരിയാ, നികേഷ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നികേഷ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവന് ഈ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ഏട്ടത്തിയമ്മ വന്നതിന് ശേഷം അവന് ഇത്ര സന്തോഷമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയണം. അത്രയ്ക്ക് സന്തോഷമായിരുന്നു അവന്. ഏട്ടത്തിയമ്മ പോവാന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നികേഷെ, അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഏട്ടത്തിയമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏട്ടത്തിയമ്മയ്ക്ക് ഇവിടുന്ന് പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ വേണേൽ കാല് പിടിക്കാം, ഇവിടുന്ന് പോവരുത് പ്ലീസ് ഏട്ടത്തിയമ്മ എന്നൊക്കെ പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, ഇത് നികേഷെ, നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത്? ഇത് വേണ്ട, നമ്മളൊരു കാരണവശാലും നിധി അങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. പിന്നീട് സുഭാഷ് പറഞ്ഞു, നിധി അവൻ അങ്ങനെയൊക്കെ പറയും, നിധി അത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, ശരിയാ, ശരിക്കും പറഞ്ഞാൽ നിധിക്കൊരു ഫേക്കായിട്ട് കല്യാണമായിരിക്കും. പക്ഷെ ഞാൻ കിട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കണേ. ഇപ്പം ഞങ്ങളോടൊക്കെ
എല്ലാവരോടും പറയും, കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാവും ഇതൊരു ഫേക്കായിട്ട് കല്യാണമെന്ന്. പക്ഷേങ്കിൽ പുറത്തുള്ള നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. നാട്ടുകാരിലൊരു ഓരോരുത്തർ പിടിച്ചെന്ന് പറയാൻ പറ്റുമോ ഞാനും നിധിയും തമ്മിലുള്ള ഫേക്കായിട്ടുള്ള കല്യാണമെന്ന്. എല്ലാവരെയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള കല്യാണമെന്നാ. അപ്പൊ നിധി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും അവിടെ പെണ്ണ് വാഴത്തില്ല എന്നോ പറയത്തുള്ളൂ. നികേഷ് പറഞ്ഞു, അതുകൊണ്ടാണ് ഏട്ടത്തിയമ്മ പറഞ്ഞത്, ഒരു കാരണവശാലും ഏട്ടത്തിയമ്മ പോവരുതെന്ന്. നിധി ആ പടെ പെട്ടുപോയി. നികേഷ് കൈ കൂപ്പി ഇങ്ങനെ പറയണം. അപ്പോഴേക്കും സുഭാഷ് എന്നിട്ട് നിധിയോട് പറഞ്ഞു, നിധി ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യം തോന്നരുത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അല്ല സുഭാഷേട്ടൻ പറഞ്ഞു, കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അത് പിന്നെ നിനക്ക് ജോലിക്ക് പോകണമെങ്കിലോ പഠിക്കണമെങ്കിലോ നിനക്ക് ഇവിടെ ഒന്ന് പോയിക്കൂടെ? നിനക്കൊരു വാടക വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? നിന്നെ ഞങ്ങൾ ഒരു കാരണവശാലും ശല്യപ്പെടുത്തില്ല. സുധീഷിന്റെ ഭാര്യ എന്ന രീതിയിൽ ഞങ്ങൾ കാണത്തില്ല. ഞാൻ എൻ്റെ ഒരു പെങ്ങളായിട്ടാണ് നിന്നെ കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് നിധി ഇത്ര സമയം ആലോചിച്ചു. ആ സമയം നികേഷ് പറഞ്ഞു, നിധി അടുത്ത് പ്ലീസ് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നികേഷിൻ്റെ അടുത്ത് നിന്നിട്ട് നിധി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയണേ. ഇവിടുന്ന് ഞാൻ ജോലിക്കൊക്കെ അപേക്ഷിച്ചോളാം, ഇവിടുന്ന് ഞാൻ പോയി വരത്തുള്ളൂ, ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നികേഷിനും സുഭാഷിനും എല്ലാവർക്കും. നിധി പോവില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.